السلام عليكم ورحمة الله تعالى وبركاته. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. فقد قال الله سبحانه وتعالى في القرآن المجيد: فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله مولانا العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ മാപ്പാക്കുകയും ശേഷിച്ച ജീവിതം പാപരഹിതമായ സംശുദ്ധമായ ജീവിതം നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിരിക്കുന്ന മനുഷ്യന്മാർ എല്ലാ മനുഷ്യരും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, അസ്വസ്ഥത അനുഭവിക്കുന്നവരാണ്. ചിലർ സാമ്പത്തികമായും അല്ലെങ്കിൽ മറ്റു ചിലർ ശാരീരികമായി, ചിലപ്പോൾ ചിലർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില വസ്തുക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ചില പരീക്ഷണങ്ങൾ. ചിലപ്പോൾ തനിക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ പ്രവേശിച്ചുകൊണ്ടാവാം പലരുടെയും അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ. അങ്ങനെ നാം ഓരോരുത്തരും ഏതെങ്കിലും രൂപത്തിൽ പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ പരലോകത്തിൻ്റെ വിഷയത്തിൽ നാം ഇന്ന് മരിച്ചാൽ ഇന്ന് ഖബറിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നാളെ മഹ്ശറിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നാളെ എൻ്റെ ഹിസാബ് എങ്ങനെയായിരിക്കും? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് യാതൊരു ഇടയാളനുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനോട് സംസാരിക്കുന്ന ദിവസം എൻ്റെ അവസ്ഥ എന്തായിരിക്കും? മീസാൻ, എൻ്റെ നന്മ തൂക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം എപ്പോഴെങ്കിലും അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടോ? നാം ദുനിയാവിൻ്റെ പല വിഷയങ്ങളിൽ അസ്വസ്ഥരാണ്. ദുനിയാവിയായ എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നാം വളരെ അസ്വസ്ഥരാകും. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നും പാപങ്ങൾ സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയാൽ നാം ആരും ഇന്ന് ഖേദിക്കാറില്ല, വിഷമിക്കാറില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ പറയുകയാണ്: യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. ശേഷം അല്ലാഹു മുഅ്മിനീങ്ങളെ അടിവരയിട്ടുകൊണ്ട് ഒരു കാര്യം ഉണർത്തുകയാണ്: വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളത്തേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചതെന്ന് ഓരോ മനുഷ്യരും ചിന്തിച്ചു കൊള്ളട്ടെ, ആലോചിച്ചു കൊള്ളട്ടെ. ശരിക്കും നമ്മുടെ അവസ്ഥ എന്താണ് നാം ചിന്തിച്ചു നോക്കി നമുക്ക് മനസ്സിലാകും. നാം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദുനിയാവിൻ്റെ ഓട്ടത്തിലാണ്. 60 വർഷം അല്ലെങ്കിൽ 70 വർഷം ജീവിക്കുന്ന നാം ഓരോരുത്തരും 100 വർഷം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി നാം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പരലോകത്തിൻ്റെ അവസ്ഥ, ജനിച്ചാൽ തീർച്ചയായും മരിക്കുമെന്നുള്ള ആ പരലോകത്തിൻ്റെ വിഷയത്തിൽ നാം എത്രത്തോളം ഓടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നാം പരിശ്രമിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്വഹാബാക്കൾ, നമ്മുടെ താബീങ്ങൾ, അവർ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ സദാസമയം അവരുടെ ചിന്ത പരലോകം മാത്രമായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഭാര്യയുടെ മടിയിൽ തല വെച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കരയുകയുണ്ടായി. ഭാര്യയും ഇത് കണ്ട് കരയുകയും ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ കരയുന്നത്? മാ യുബ്കീക്, താങ്കൾ കരയാനുള്ള കാരണം എന്താണ്? അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു: ഇന്നി ദക്കർതു ഖൗലല്ലാഹി അസ്സ വജൽ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ.
ഞാൻ അള്ളാഹുവിൻ്റെ ഒരു വചനം ഓർത്തുപോയി കരയുകയാണ്. വൈം മിൻകുമില്ല വാരിദ്ഹ, തീർച്ചയായും നിങ്ങൾ എല്ലാ ഓരോ വ്യക്തികളും, നല്ല വ്യക്തിയാവട്ടെ മോശപ്പെട്ട വ്യക്തിയാവട്ടെ, എല്ലാ ഓരോ വ്യക്തികളും നാളെ ഖിയാമത്ത് നാൾ, നാളെ പരലോകത്തിൽ നരകത്തിൻ്റെ മുകളിലൂടെ കടക്കുന്നവരാണ്. ഖാന അലാ റബ്ബിക ഹത്മൻ മഖദിയ, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ തീരുമാനിക്കപ്പെട്ട വിഷയമാകുന്നു, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നടപ്പാക്കൽ നിർബന്ധമായ വിഷയമായിരിക്കുന്നു എന്ന ഈ വചനം ചിന്തിച്ചാണ് അദ്ദേഹം കരയുന്നത്. പക്ഷേ ആ ആയത്തിൻ്റെ ബാക്കി ഇങ്ങനെയാണ്: സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറു ളാലിമീന ഫീഹാ ജസിയ. ആ ശേഷം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ നാം രക്ഷിക്കുകയും വനദറു ളാലിമീൻ, അഹങ്കാരികളായ അക്രമികളായ ആൾക്കാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് എറിയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ചിന്ത ഭാര്യയുടെ മടിയിൽ കിടക്കുമ്പോൾ പോലും അവരുടെ ചിന്ത ആഖിറത്തിലെ ചിന്തയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് മുമ്പിൽ എല്ലാ ഓരോ വ്യക്തിയും നാളെ ഖിയാമത്ത് നാളിൽ നിൽക്കേണ്ടതാണ്, അള്ളാഹുവിന് മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതാണെന്നുള്ള ആ ആയത്തിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ബോധരഹിതനായി വീഴുകയുണ്ടായി. പറയുന്നുണ്ട്, അദ്ദേഹം ഏകദേശം ആ ഒരു ബോധക്ഷയത്തിൽ നിന്നും വിട്ടുമാറാൻ, ഒന്ന് റിക്കവർ ആകാൻ അദ്ദേഹത്തിന് ഏകദേശം 1 മാസത്തോളം സമയം വേണ്ടി വന്നു. ഇതായിരുന്നു സുഹാബാക്കൾ. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, ഒരിക്കൽ രാത്രി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ രാത്രി എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനോട് കൈയുയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ, അള്ളാഹുവെ ഹിസാബ് നീ എളുപ്പമാക്കി തരണേ അള്ളാഹ്. ആരാണ് ചോദിക്കുന്നത്? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകവും ഈ പ്രപഞ്ചവും സൃഷ്ടിക്കാൻ കാരണമായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണ്, യാ അള്ളാഹ്, അള്ളാഹുവെ നീ എന്നെ വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു ആ വിചാരണ ലഘൂകരിക്കണമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കളുടെയും നമ്മുടെ താബിഈങ്ങളുടെയും അവസ്ഥ. മാത്രമല്ല അവർ എല്ലാ രീതിയിലും ആഖിറത്തിന് വേണ്ടി ചിന്തിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തു. ഹമ്മാദ് ബിൻ സലമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നാളെ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഇന്ന് കൂടുതലായി ചെയ്യുന്ന അമൽ? അദ്ദേഹം പറയുകയാണെ ഒന്നും കൂടുതലായി ചെയ്യുകയില്ല. അദ്ദേഹത്തിന് കൂടുതലായി ഒന്നും വർദ്ധിപ്പിക്കാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ സമയവും ഏതെങ്കിലും ഇബാദത്തിലോ അല്ലെങ്കിൽ തഅലീമിലോ തദ്രീസിലോ ഏതെങ്കിലും ഇബാദത്തിലായി അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നു. ഒരു സമയം പോലും പാഴായ ഒരു സമയം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹം നാളെ മരിക്കുമെന്ന് അറിഞ്ഞാൽ പോലും ഇന്നത്തെ അമലുകളെക്കാൾ കൂടുതൽ, ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അമലുകളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ചെയ്യാനില്ല. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ പറയുന്നുണ്ട്, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇടവിട്ട് ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പ് അദ്ദേഹം നോക്കുമായിരുന്നു. അദ്ദേഹം ജീവിതം മുഴുവൻ ഇപ്രകാരമായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു റക്അത്തിൽ ഖുർആൻ ഷരീഫ് പരിപൂർണമായും ഖത്മ ചെയ്തിരുന്നു. രാത്രി തഹജ്ജുദ് നമസ്കാരത്തിൽ ഒറ്റ റക്അത്തിൽ 30 ജുസു ഉസ്മാൻ റളിയല്ലാഹു തആല തീർക്കുമായിരുന്നു. ഇതായിരുന്നു മഹാന്മാർ. നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഇതുപോലെ ധാരാളം മഹാന്മാർ നമുക്ക് മാതൃകയാണ്. അവരുടെ മുഴുവൻ ജീവിതവും ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുഴുവൻ സമ്പത്തും, വലിയ സമ്പന്നനായിരുന്നു, മുഴുവൻ സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു. അവസാനം സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്. 8 കവാടങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മാറി വിളിക്കുന്നതാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ മഹാന്മാരെ മാതൃകയാക്കി നാം ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കണം. കുറഞ്ഞ പക്ഷം ഏതെങ്കിലും ഒരു അമലിലെങ്കിലും നാം കണിഷ്ഠത കാണിക്കുകയും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ദുആകളിൽ കാണാൻ പറ്റും, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക, അല്ലാഹുവേ നിന്റെ ഇഷ്ടം ഞാൻ ചോദിക്കുന്നു. ഇവിടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക, അല്ലാഹു നിന്റെ ഇഷ്ടം ഞാൻ ചോദിക്കുന്നു, വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്റെ ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടം ഞാൻ ചോദിക്കുന്നു, വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി ചോദിച്ചത്, അല്ലാഹുവേ നിന്റെ ഇഷ്ടത്തിന് കാരണമാകുന്ന ഒരു അമലിനോടുള്ള ഇഷ്ടം എനിക്ക് നൽകണം. അതുകൊണ്ട് നാം ഓരോരുത്തരും ഏതെങ്കിലും ഒരു അമലിൽ ചെയ്യണം, ഒരു അമലിലെങ്കിലും കൂടുതൽ ശ്രദ്ധ കാണിക്കണം, കണിഷ്ഠത കാണിക്കണം. നമുക്കറിയാം, ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ബിലാൽ, നീ ഇസ്ലാമിന് വന്നതിൽ ശേഷം നീ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന അമൽ ഏതാണ്? കാരണം ഇന്നി സമിഅ്തു ദഫന അലൈക ബൈന യദയ ഫിൽ ജന്ന, കാരണം സ്വർഗത്തിൽ ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ സ്വർഗത്തിൽ വെച്ച് എൻ്റെ മുന്നിൽ
നിന്റെ ചെരുപ്പടി ശബ്ദം ഞാൻ കേട്ടല്ലോ, അതിനുള്ള കാരണം എന്താണ് ബിലാൽ എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഞാൻ ഇസ്ലാമിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇന്ന അമലാണ്. അഥവാ ഞാൻ എപ്പോഴൊക്കെ ഉദുവെടുത്താലും, അത് രാത്രിയാവട്ടെ പകലാവട്ടെ, എപ്പോൾ ഉദുവെടുത്താലും ഞാൻ എപ്പോഴും ഒരു നിശ്ചിത റക്അത്തുകൾ സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു. എങ്കിൽ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകി അത്രയും റക്അത്തുകൾ ഞാൻ നമസ്കരിക്കുമായിരുന്നു. ഈ പതിവ്, ഈ ഒരു അമല് ഞാൻ പതിവായി ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ സ്വഹാബാക്കൾ ഏതെങ്കിലും ഒരു അമലിൽ എന്ത് ചെയ്തിരുന്നു, വളരെ കണിശത കാണിക്കുകയും ഒരു ആഖിറത്തിന് വേണ്ടി ഇങ്ങനെ ഈ രൂപത്തിൽ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഒരിക്കലും മറ്റൊരു സന്ദർഭത്തിൽ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മത്ത സഅ, എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ചോദിച്ചു, വൈലക് മാ അദത ലഹ, നിനക്ക് നാശം, നീ എന്തിനാണ് ഖിയാമത്ത് നാളിന് വേണ്ടി പറഞ്ഞു നടക്കുന്നത്? നീ അതിനുവേണ്ടി എന്താണ് തയ്യാറാക്കിയത്? നീ ഖിയാമത്ത് നാൾ അന്വേഷിക്കാതെ നീ എന്ത് തയ്യാറെടുപ്പാണ് അതിനുവേണ്ടി നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ അദതു ലഹ മിൻ കസീരി അമൽ മിൻ സലാത്തിൻ വലാ സൗമിൻ വലാ സദഖ, എനിക്ക് കൂടുതലായ നമസ്കാരങ്ങളോ കൂടുതലായി സദഖകളോ കൂടുതലായി നോമ്പുകളോ എനിക്കില്ല നബി തങ്ങളെ. പക്ഷേ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹ്, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മഅ മൻ അഹ്ബബ്ത്, തീർച്ചയായിട്ടും നാളെ സ്വർഗ്ഗത്തിൽ നീ സ്നേഹിച്ചവരോടൊപ്പമായിരിക്കുന്നതാണ്. ഇതായിരുന്നു സ്വഹാബാക്കൾ. ഈ ഹദീസ് റിവായത്ത് ചെയ്ത അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇത് കേട്ടിട്ട് ഞങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, തങ്ങളെ ഇത് ഈ അറാബിക്ക് മാത്രമുള്ള വിഷയമാണോ അതോ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള വിഷയമാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല, എല്ലാവർക്കും ഈ വിഷയമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി, മാ ഫരിഹ്തു ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹൻ അശദ്ദ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് ഇസ്ലാം കിട്ടിയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയം ഈ നബി തങ്ങളുടെ വാക്ക് കേട്ടാണെന്ന് പറയുകയുണ്ടായി. പത്രത്തോളം അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ ആ രൂപത്തിൽ പല അമലുകൾ കൊണ്ടും ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. ഇവിടെ നാം ഓരോരുത്തരും നാം പോകേണ്ടിയിരിക്കുന്ന നമ്മുടെ ആഖിറത്തിന് തയ്യാറാകണം. എന്താണ് ദുനിയാവ്, എന്താണ് ആഖിറം, ഇതിൻ്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് എന്നുള്ളത് ആഖിറത്തിൻ്റെ കൃഷിസ്ഥലമാണ്. നാം എന്താണോ ഇവിടെ കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഫലമായിരിക്കും നാളെ നമുക്ക് ആഖിറത്തിൽ കാണാൻ സാധിക്കുന്നത്. വൽ ആഖിറത്തു ദാറുൽ ഹസാദ്, വിളവെടുക്കുന്ന സ്ഥലമാണ് എന്ത്, ആഖിറം എന്നുള്ളത്. ഖുർആൻ ഷരീഫിൽ അല്ലാഹു പറയുകയാണ്, മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫി ഹർസിഹി, ആരെങ്കിലും ആഖിറത്തിൻ്റെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം അതിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്, അതിനെ പ്രതിഫലം ഇരട്ടിയാക്കി കൊടുക്കുന്നതാണ്. വമൻ കാന യുരീദു സവാബ ദുനിയ നുഅ്തിഹി മിൻഹാ ഫമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, എന്നാൽ എന്നെങ്കിൽ ആർക്കെങ്കിലും ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ, ദുനിയാവ് വേണ്ട എന്നല്ല, ആഖിറം മറന്നുകൊണ്ട് ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരെങ്കിലും ദുനിയാവിന് വേണ്ടി പണിയെടുത്താൽ ഫമാ ലഹു മിൻ ആഖിറതി മിൻ നസീബ്, അള്ളാഹുവിന് ദുനിയാവ് നൽകും, പക്ഷേ ആഖിറത്തിൽ യാതൊരു ഓഹരിയും ഉണ്ടാകുന്നതല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ദുനിയാവ് അത് സമ്പാദിക്കാനുള്ള സ്ഥലമാണ്, ആസ്വദിക്കാനുള്ള സ്ഥലമല്ല ദുനിയാവ്, മറിച്ച് ആഖിറമാണ് ആസ്വദിക്കാനുള്ള സ്ഥലം, ആഖിറം സമ്പാദിക്കാനുള്ള സ്ഥലമല്ല. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ, ദുനിയാവെന്നാൽ മുഅ്മിനിൻ്റെ ജയിലും വ ജന്നത്തുൽ കാഫിർ, കാഫിറിൻ്റെ സ്വർഗവുമാണ്. അഥവാ ദുനിയാവിൽ ഒരു മുഅ്മിനിന് അവൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് അവൻ്റെ ഇച്ഛയനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അവൻ്റെ ഇച്ഛയെ നിയന്ത്രിച്ചുകൊണ്ട് അവൻ ഈ ദുനിയാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന് നൽകുന്നത് ഉയർന്ന സ്വർഗമായിരിക്കും. അതുകൊണ്ടാണ് സൂറത്ത് നാസിഅത്ത് അള്ളാഹു പറയുന്നത്, ഫഅമ്മാ മൻ തഗാ വആഥറ അൽ ഹയാത ദുനിയ, ആരെങ്കിലും ഈ ദുനിയാവിൽ വഴികെട്ട് ജീവിക്കുകയും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുകയും വആഥറ അൽ ഹയാത ദുനിയ, ദുനിയാവിന് മുൻഗണന നൽകി ജീവിക്കുകയും ചെയ്താൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, അവൻ്റെ സങ്കേതം നരകമായിരിക്കും. അതുപോലെ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ, അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിന് മുമ്പിൽ നിൽക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ ഭയത്തിൽ, അള്ളാഹുവിന് മുമ്പിൽ ഞാൻ നിൽക്കേണ്ടവനാണെന്നുള്ള ഭയത്തിൽ ഈ ദുനിയാവിൽ സ്വന്തം ഇച്ഛകളെ നിയന്ത്രിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവൻ്റെ സങ്കേതം സ്വർഗമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാൻ സാധിക്കും, അദ്ദുനിയ കൽ ജിസ്ർ വഅബ്റുഹാ വലാ തുഅമ്മിർഹാ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു പാലം പോലെയാണ്. ആ ദുനിയാവിൽ നിങ്ങൾ കടന്നു പോകാൻ മാത്രമേ ആ പാലത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ,
അവിടെ നിങ്ങൾ വാസസ്ഥലമാക്കാൻ നിങ്ങൾ ആ ദുനിയാവിനെ അല്ലെങ്കിൽ പാലത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ അദ്ദുനിയാ ഖുലിഖത് ലനാ വഖുലിഖ്നാ ലിൽ ആഖിറ, ഈ ദുനിയാവ് മുഴുവൻ, ഈ കാണുന്ന മുഴുവൻ ചരാചരങ്ങളും സൃഷ്ടികളും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്തിരിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് എങ്കിൽ ഈ കാണുന്ന മുഴുവൻ മനുഷ്യന്മാരെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നാം ഓരോരുത്തരും നമ്മുടെ ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരായി തീരണം. കാരണം നാം ഈ ദുനിയാവിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടൊരു മടക്കമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഈ ദുനിയാവിലേക്ക് ഒരു പരീക്ഷണാർത്ഥം അയച്ചിരിക്കുകയാണ്. ദാറുൽ ബലാ ആണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ കാണുന്ന ഭൂമി പുറത്ത് അള്ളാഹു പല കാര്യങ്ങളും അലങ്കാരമാക്കിയിരിക്കുന്നത് ലിനബ്ലുവഹും, അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് അയച്ചിരിക്കുന്നത്. നാം ഓരോരുത്തരും നമുക്കറിയാവുന്നത് പോലെ നാം 5 ഘട്ടങ്ങളിലൂടെ, അല്ലെങ്കിൽ 5 ലോകങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായി ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം. നമുക്കറിയാം, ആദ്യം എല്ലാ റൂഹുകളെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു ഓരോ റൂഹുകളോടും ചോദിച്ചാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അപ്പോൾ ഓരോ റൂഹുകളും അന്ന് മറുപടി പറഞ്ഞു, സമ്മതിച്ചതാണ്. ഖാലു ബല, അതെ, നിങ്ങളെല്ലാം നിന്റെ രക്ഷിതാവാണ്. ആ ആലമുൽ അർവാഹിൽ വെച്ച് നാം സമ്മതിച്ച ആ സമ്മതം എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് അയച്ചിരിക്കുന്നത്. അതിന് ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹ്, രണ്ടാമത്തെ ആലമുൽ അർഹാം, അഥവാ റൂഹുകളും ശരീരങ്ങളും സമ്മിശ്രമാകുന്ന നമ്മുടെ ഉമ്മമാരുടെ ഗർഭപാത്രം, അതാണ് ആലമുൽ അർഹാം. മൂന്നാമത്തെ ആലമുൽ ദുനിയ, നാം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം, ഇത് പരീക്ഷണ സ്ഥലമാണ്. ഇതുപോലെ അടുത്ത ജീവിതമാണ് ആലമുൽ ബർസഖ്, മരണത്തിന് ശേഷം ഖബറിലെ ജീവിതം. അതുപോലെ ആലമുൽ ആഖിറ, ആഖിറത്തിൻ്റെ ജീവിതം. ഇങ്ങനെ 5 ഘട്ടങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകേണ്ടവരാണ്. അപ്പം ആലമുൽ അർവാഹ് വെച്ച് നടത്തിയ സമ്മതത്തെ പരീക്ഷിക്കുന്ന സ്ഥലമാണ് ദാറുൽ ബല ആയ ഈ ദുനിയാവിലെ ജീവിതം. ഈ ദുനിയാവിൽ ആര് അള്ളാഹുവിനെ അനുസരിച്ച് ആഖിറത്തിന് തയ്യാറെടുത്ത് ജീവിച്ചോ അവൻ ഈ ദുനിയാവിൽ എന്ത് ചെയ്യും? സമാധാനമാണ്, നാളെ ആഖിറത്തിൽ വിജയിക്കും. അതുപോലെ ഈ ദുനിയാവിൽ പരലോകത്തിൽ കഴിയാതെ മറന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഇരു ലോകത്തും പരാജിതനായി തീരും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഖുർആൻ ശരീഫിൽ പറയുന്നത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുന്നതായ ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ ഭയപ്പെടണം കേട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ മുഅ്മിനീങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ഓരോരുത്തർക്കും ധാരാളം കടമ്പകൾ കടക്കാനുണ്ട്. ഖബർ എന്ന ജീവിതം വരാനുണ്ട്, മഹ്ശറയുണ്ട്, ഹിസാബുണ്ട്, കിതാബുണ്ട്, അങ്ങനെ ധാരാളം ഘട്ടങ്ങൾ നമുക്ക് വരാനുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് ആവശ്യം ഈമാനും അമൽ സ്വാലിഹാത്തും മാത്രമാണ്. ഓരോ സന്ദർഭങ്ങളിലും ആദ്യത്തെ ഘട്ടമായ ഖബർ, അവിടെ വിജയിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ അവസ്ഥകളും ശരിയാകും. ഇനി ഖബർ ആദ്യത്തെ വീടായ അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ, ആഖിറത്തിലെ ആദ്യത്തെ വീടായ ഖബറിൽ നാം പരാജിതരാണെങ്കിൽ, അവിടെ കഠിനമാണ്, പ്രയാസമാണ് എങ്കിൽ ബാക്കിയുള്ള മുഴുവൻ അവസ്ഥകളും മോശമായിരിക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നാളെ ആഖിറത്തിൻ്റെ അവസ്ഥ വളരെ കഠിനമാണ്. നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ മുഴുവൻ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹി, നമ്മുടെ വായുകളെ മുദ്രവെക്കുകയും, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, മനുഷ്യന്മാർ പ്രവർത്തിച്ചതിനെ പറ്റി അവരുടെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും അള്ളാഹു അവരുടെ വായുകളെ മുദ്രവെക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ പല സന്ദർഭങ്ങളിൽ കിതാബക്, നാളെ നന്മദിനം എഴുതിയ കിതാബ് നൽകപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കിതാബ് വായിക്കാൻ പറയും. വലങ്കയിൽ കിതാബ് നൽകപ്പെട്ടവരാണെങ്കിൽ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിൻ റാദിയ. അള്ളാഹു വളരെ വിശാലമായി സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും തൻ്റെ വലത് കൈയിലാണ് കിതാബ് നൽകപ്പെട്ടതെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ്റെ കിതാബ് എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കും. ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ, എൻ്റെ കിതാബ് നിങ്ങൾ വായിക്കും, എൻ്റെ കിതാബ് നിങ്ങൾ വായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടി, വളരെ സന്തോഷത്തോടെ ഒന്ന് ഓടി നടക്കുമെന്ന് ഖുർആൻ ശരീഫിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഇന്നി മുലാഖിൻ ഹിസാബിയ, ഇവിടെ ഒരു പ്രത്യേകമായി ആ സ്വർഗവാസി പറയുന്നൊരു വാക്യമുണ്ട്, അത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ തീർച്ചയായിട്ടും ഹിസാബ് ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അങ്ങനെ അവൻ സന്തോഷമായ സ്വർഗത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. ഫി ജന്നത്തിൻ ആലിയ, ഉയർന്ന സ്വർഗത്തിൽ. ശേഷം അള്ളാഹു പറഞ്ഞു, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, നീ ആരുടെയെങ്കിലും ഇടത് കൈയിലാണ് കിതാബ് നൽകപ്പെട്ടതെങ്കിൽ, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, എനിക്ക് കിതാബ് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, ഹിസാബ് എന്താണെന്ന് എനിക്ക് അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ഈ മരണത്തോടെ എല്ലാം അസ്തമിച്ചിരുന്നെങ്കിൽ, എല്ലാം തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ ചിന്തിക്കും.
മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. അവൻ്റെ സമ്പത്ത് അവന് യാതൊരു പ്രയോജനവും ചെയ്തില്ല, അവൻ്റെ അധികാരം, അവൻ്റെ പ്രശസ്തി അവന് യാതൊരു ഉപകാരവും ചെയ്തില്ല. അവൻ അവസാനം അള്ളാഹു പറയും ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു. അവനെ പിടിക്ക്, അവനെ ചങ്ങലയിലിട്, അങ്ങനെ അവനെ അവസാനം നരകത്തിലേക്ക് കൊണ്ടിടാൻ അള്ളാഹുവിന് കൽപ്പന ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നാം ഓരോരുത്തരും ഇന്ന് തന്നെ തയ്യാറാകണം. നമ്മുടെ ആഖിറത്തിന് വേണ്ടി തയ്യാറാകാമെന്ന് അള്ളാഹു അയച്ചിരിക്കുന്നത്. നമ്മൾ ശൈത്താൻ വഞ്ചിച്ചിരിക്കുകയാണ്. ആഖിറം അങ്ങ് വളരെ വിദൂരമാണ്. ആഖിറം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ശൈത്താൻ ഇട്ട് തരുന്ന ചിന്ത വളരെ വിദൂരമാണ് എന്നാണ്. ഒരിക്കലുമല്ല, വളരെ അടുത്ത് തന്നെയാണ് മരണം. ഇന്ന് നാം ഇപ്പോൾ എടുത്ത ശ്വാസം നമുക്ക് തിരിച്ചുവിടാൻ സാധിച്ചില്ല എങ്കിൽ നാം ആഖിറത്തിലെത്തി. ഇത്രത്തോളം അടുത്താണ് നമ്മുടെ ആഖിറം. അതുകൊണ്ട് നാം ഓരോരുത്തരും ആഖിറത്തിന് തയ്യാറാകണം. നാളത്തേക്കല്ല, ഇന്ന് തന്നെ ആഖിറത്തിന് തയ്യാറാകണം. ഹദീസിൽ കാണാൻ പറ്റും, ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയുന്നുണ്ട് വത്തഖൂനി വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. നിങ്ങൾ യാത്രാ സാമഗ്രികൾ തയ്യാറാക്കണം. ഫഇന്ന ഖൈറ സാദി തഖ്വ. ഏറ്റവും ഉത്തമമായ യാത്രാ സാമഗ്രി എന്താണ്? തഖ്വ എന്നുള്ളതാണ്. ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകദേശം 250-ലേറെ പ്രാവശ്യം തഖ്വയെ പറ്റി അല്ലാഹു ഉപദേശിക്കുകയാണ്. ഫത്തഖൂനി വത്തഖുല്ലാഹ്, അങ്ങനെ പല പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പരിപൂർണ്ണമായി അനുസരിച്ച് ജീവിക്കണം. അള്ളാഹു എന്തെല്ലാം കാര്യങ്ങൾ തടഞ്ഞോ ആ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് അള്ളാഹു മുഴുവൻ സത്യവിശ്വാസികളോടും ആവർത്തിച്ച് ഖുർആൻ ശരീഫിൽ പറയുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ തയ്യാറെടുപ്പ്, ആഖിറത്തിന് തയ്യാറെടുക്കുന്ന രണ്ടാമത്തെ രൂപം എപ്പോഴും പരലോകത്തിന് ചിന്ത ഉണ്ടാക്കിയെടുക്കണം. ഖുർആൻ ശരീഫിൽ അള്ളാഹു ധാരാളം സ്ഥലങ്ങളിൽ പരലോകത്തിൻ്റെ അവസ്ഥ പരാമർശിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും ഖുർആൻ ശരീഫ് അധികമായി ഓതുകയും അതിൻ്റെ അർത്ഥം ചിന്തിക്കുകയും പരലോകത്തെപ്പറ്റി അധികമായി ചിന്തിക്കുകയും ചെയ്യണം. ഇതും നമ്മുടെ ആഖിറത്തിന് തയ്യാറെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുഹാസബ, മൂന്നാമത്തെ കാര്യം, ആത്മവിചാരണ ഉണ്ടാക്കിയെടുക്കണം. ഒരു ആത്മപരിശോധന എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. ഉമർ റളിയല്ലാഹു തആല പറയുമായിരുന്നു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി വിചാരണ ചെയ്യണം, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി. ഫതസയ്യനു ലിൽ അദ്ലിൽ അക്ബർ. നിങ്ങൾക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ആ മുഹാസബ, ഹിസാബിന് മുമ്പായി നിങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ തയ്യാറെടുക്കണം. കാരണം ഇന്നമാ യഖിഫുൽ ഹിസാബു യൗമൽ ഖിയാമത്തി അലാമൻ ഹാസബ നഫ്സഹു ഫിദ് ദുനിയ. അഥവാ നാളെ ആഖിറത്തിൽ ഹിസാബ് എളുപ്പമാകുന്നത് ദുനിയാവിൽ വെച്ച് ആത്മവിചാരണ നടത്തിയവർക്കായിരിക്കുമെന്ന് ഉമർ റളിയല്ലാഹു തആല പറയുമായിരുന്നു. അതുപോലെ നാലാമത്തെ തയ്യാറെടുപ്പിൻ്റെ രൂപം, നാം അധികമായി അള്ളാഹുവിന് ദുആ ചെയ്യണം. ആഖിറത്തിൽ വിജയിക്കാൻ, പരലോകത്തിൽ രക്ഷപ്പെടാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദുആക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഖുർആൻ ശരീഫിൽ പരതിയാൽ ധാരാളം ദുആക്കൾ പരലോകത്തിൻ്റെ ചിന്തയുമായി ബന്ധപ്പെട്ട റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന എന്ന് തുടങ്ങുന്ന ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണമെന്നുള്ള ധാരാളം നബവി ദുആക്കളും ഖുർആനിക ദുആക്കളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ദുആക്കളെല്ലാം നാം പതിവാക്കണം. ഇതെല്ലാം നമ്മൾ നമസ്കാരത്തിൽ അതുപോലെ നിരന്തരമായി ദുആ ചെയ്യുന്നവരായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരലോക ചിന്തയിൽ നാം ഈ ദുനിയാവിൽ ജീവിക്കാനും നാളെ ആഖിറത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വഹാബാക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.